ജാതി വിപിൻ രാജ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പോയി. വാർഡ് 2 സ്ത്രീ പട്ടികജാതി കവിജ പത്മൻ. വാർഡ് 3 ശാസ്താമുകൾ സ്ത്രീ സംവരണം ഷൂജ ജസി. സീനിയർ മോസ്റ്റ് കൗൺസിലർ പോലെ. വാർഡ് 4 ചന്തമുക്ക് സംവരണം ജനറൽ പട്ടികജാതി സുമായസ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊട്ടാരക്കര നഗരസഭ സ്ഥാനാർത്ഥികളെയാണ് സ്ത്രീ സംവരണം ജ്യോതി മറിയം ജോൺ. ജ്യോതി LDF വിട്ട് UDF വന്നാണ് വലിയ വാർഡ് 6 പഴയ തെരുവ് ജനറൽ KG അലക്സ്. ഫ്രണ്ടിലോട്ട് ഇറങ്ങി അതെ മതി, വായിക്കട്ടെ. വാർഡ് 7 കോളേജ് ജനറൽ ജെയ്സി ജോൺ. അങ്ങോട്ട് വയ്ക്കാം മാമൻ, തിരിഞ്ഞേക്കും തൊഴുത്. വാർഡ് 8 കൊലമട്ടം ജനറൽ വി ഫിലിപ്പ്. ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് നിന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഈ ലൈവിലൊക്കെ ഒന്ന് വന്നു പോകും. യെസ്. വാർഡ് 9 കുലശേഖരൻ നെല്ലൂർ ജനറൽ ഹരികുമാർ കോടിയാർ. നമസ്കാരം. ലക്ഷ്മി, ആ കസേര അങ്ങ് മാറ്റി. ലക്ഷ്മി അവിടെ ഇരുന്നു. വാർഡ് 10 കിഴക്കേക്കര സ്ത്രീ സംവരണം ശ്രീലക്ഷ്മി. അങ്ങോട്ട് മാറ്റി, ആ കസേര അങ്ങ് മാറ്റിക്കും. അതെ, ഇത് പ്രയോജനകരമാവും. വാർഡ് 11 സ്ത്രീ സംവരണമാണ് കേരള കോൺഗ്രസ് ജോസഫിനാണ് സീറ്റ്. വാർഡ് 12 ഐസ്ബുക്ക് ജനറൽ റോയി KG. അതെ. റോയിച്ച് അന്ന് കൂപ്പിയിട്ടൊക്കെ പോകും. 13 തോട്ടമുക്ക് സ്ത്രീ സംവരണം ഷിനു ജോസ്. വാർഡ് 14 തൃക്കണമംഗൽ സംവരണം സ്ത്രീ പട്ടികജാതി ശോഭ പ്രശാന്ത്. ശോഭയുടെ സമയം നല്ല ഉറപ്പായി. MP അനുഗ്രഹിച്ചങ്ങ് വിട്ടേരെ. വാർഡ് 15 ഗാന്ധിനഗർ സ്ത്രീ സംവരണമാണ്, സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡ് 16 കടരാവിള ജനറൽ ജോളി P വർഗീസ്. യെസ്. ഇങ്ങോട്ടൊക്കെ നോക്കാം മാമേ. യെസ്. വാർഡ് 17 വേലങ്കോണം സ്ത്രീ സംവരണം ഷീബ ജോജോ. ഈ ലൈവിനകത്ത് ഷീബയുടെ പേര് പറഞ്ഞ ഭയങ്കര എനർജി. വാർഡ് 20 ആലുംപാറ ജനറൽ വിജയസേൻ. വാർഡ് 21 കല്ലുവാതുക്കൽ ജനറൽ പീറ്റർ ജോർജ്. ഇപ്രാവശ്യം പണി പറ്റിക്കും.
ദീപകേനെ ഓർമ്മയില്ല. വാർഡ് 22 നീലേശ്വരം ജനറൽ കണ്ണാട്ട് രവി. അമ്മൂമ്മക്കാണ്. വാർഡ് 23 അമ്മൂമ്മ ശ്രീ സമരണ ബിന്ദു ജോഷി. ബിന്ദു ജോഷി. വാർഡ് 26 കാടാപ്പുഴ ജനറൽ RSPക്കാണ്. വാർഡ് 25 ഗാന്ധിമുഖ സ്ത്രീ സംവരണ KS ശ്രീദേവി. ആ ചേച്ചിയാണ്. ഇല്ല കെ ചേച്ചി ഇങ്ങോട്ടും തിരിഞ്ഞു എന്നിട്ട് പോയേച്ചി. ചേച്ചി തിരിഞ്ഞ. ആ വാർഡ് 26 ടൗൺ ശ്രീ സംവരണം രാധാമണിയമ്മ. രാധാമണി. ആ ചേച്ചി കണ്ടോ നമ്മുടെ കുടുംബശ്രീയുടെ കിങ്ങ. വാർഡ് 27 റെയിൽവേ സ്റ്റേഷൻ ശ്രീ സംവരണം അഡ്വക്കേറ്റ് ലക്ഷ്മി ലതിക. ഓ എന്നാ വക്കീലേ. വാർഡ് 28 ലക്ഷ്മി. പടിഞ്ഞാറ് ദീപാകുമാരി. ജനറൽ RSPക്കാണ്. വാർഡ് 30 പാലമൂട് ശ്രീ പ്രശാന്ത് കാവുവേള. സ്ഥാനാർത്ഥികളെ 30 സ്ഥാനാർത്ഥികളെ ഒരു വിജയാശംസ പറയണേ. ലൈവ് നല്ലോണം ആളുണ്ട്. ഒരു വാക്ക് MP എല്ലാവർക്കും വിജയാശംസകൾ നേരും. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയങ്കരായ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ആത്മവിശ്വാസത്തോടും കൂടിയാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ 30 വാർഡുകളിലെ UDFന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 30 വാർഡുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നു. അതിൽ 27 വാർഡുകൾ 25 വാർഡുകളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുകയാണ്. ഈ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഈ അവസരത്തിൽ തീർച്ചയായും നമ്മുടെ സംഘടനാ സംവിധാനം അത്രയ്ക്ക് ഊർജ്ജസ്വലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസനവും നടത്താൻ അവർ കഴിഞ്ഞില്ല. ഇവിടെ വികസന ഈ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നത് യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം ലഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഈ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൽ അത്രയേറെ ദുസ്സഹമായ ഒരു ഭരണമാണ്. ജനങ്ങൾ ആകെ നിരാശയിലാണ്. ജനകീയ വിഷയങ്ങളൊന്നും പരിഹരിക്കുവാൻ ഇവിടുത്തെ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളാകെ പ്രതീക്ഷ അർപ്പിക്കുന്ന UDF അധികാരത്തിൽ വരണമെന്നാണ്. അതിന് ഏറ്റവും പ്രാപ്തരായ സ്ഥാനാർത്ഥികളെയാണ്, ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെയാണ്, ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന, വോട്ടർമാർക്ക് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവരുടെ പൊതുരംഗത്തുള്ള കഴിവ്, അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ കഴിവ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ചുറപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികൾ മറ്റേതൊരു സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ BJPയുടെ സ്ഥാനാർത്ഥികളേക്കാൾ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഏതാനും സീറ്റുകളുടെ കുറവിലാണ് നമുക്ക് അധികാരം നഷ്ടപ്പെട്ടത്. എന്നാൽ ഇത്തവണ എന്തു വന്നാലും നമ്മൾ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു. നമ്മൾ ജയിച്ചേ മതിയാവും. ഇത്തവണത്തെ മുനിസിപ്പൽ ഭരണം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ആവേശത്തിന്റെ, ആ ആഹ്ലാദത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കോൺഗ്രസ് ഭവനിൽ വെച്ച് UDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, UDFന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇവിടെ ഷോൾ അണിയിച്ചു. ഇനി മുതൽ നിങ്ങൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങളുടെ വാർഡുകളിൽ പ്രവർത്തനത്തിന് ഏർപ്പെടാം. ശക്തമായ പ്രവർത്തനത്തിലൂടെ, നല്ല പ്രചരണങ്ങളിലൂടെ ഈ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുവാൻ 10 വർഷമായി ഇടതുപക്ഷം കൈയാളുന്ന ഈ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുവാൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുവാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കണം.
അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി മുമ്പിലും പിന്നിലും നിന്ന് പ്രവർത്തിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകിക്കൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനീയനുമായ സഹപ്രവർത്തകരെ, ബഹുമാന MP ഇവിടെ എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഉത്തരവാദിത്തത്തോടുകൂടി നമുക്ക് പ്രവർത്തിച്ച് ഈ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കുന്നതിന് നിങ്ങളുടെ നിസ്സീമമായ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നമുക്കറിയാം, കൊട്ടാരക്കരയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്. BJP പോലും പകുതിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. LDFന് ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരു ഇതുമില്ലാതെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മൾ വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താഴെ എല്ലാവരും നിർത്തി ഒരു ഫോട്ടോ എടുക്കാം. താഴെ വെളിയിലോട്ട് ഇതെല്ലാം മാറ്റണ്ടേ? റോഡിൽ നിൽക്കാൻ പറ്റും. പൊടി വേണ്ട. ഇതൊക്കെ മാറ്റി എല്ലാവരും ഒരുപാട് വർഷമായി എന്റെ ആഗ്രഹ സ്വപ്നമായി ഞാൻ ഇന്നു മുതൽ വളരെ എന്റെ വാർഡിൽ ഉറപ്പായിട്ടും എല്ലാ വിജയാശംസകളും. ഒരു വാക്ക് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കാര്യം പങ്കുവെക്കുന്നത്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ പാലമൂട് 30 വാർഡ് LDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. തുടർന്നും നാളെയുമുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി 30 വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം മുമ്പോട്ട് പോകുന്നതോടൊപ്പം എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾ എന്റെ വിജയത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്നത്. ഒരു വാക്ക്. കൊട്ടാരം മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇപ്രാവശ്യം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും. അതിന് തർക്കം. താങ്ക് യു. ഒരു വാക്ക്. നേരത്തെ MP പറഞ്ഞ പോലെ 10 വർഷക്കാലം കൊട്ടാരക്കര ജനങ്ങൾ അനുഭവിച്ച ദുരാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഐക്യ ജനാധിപത്യത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാണിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ കൊട്ടാരക്കര നഗരസഭയിലെ പഞ്ചായത്താണെങ്കിൽ തന്നെ UDF ഭരണത്തിലുണ്ടായ നേട്ടങ്ങൾ മാത്രമേ നമുക്ക് അവകാശപ്പെടാൻ പറ്റൂ എന്നാണ് സമൂഹത്തിന് അവകാശപ്പെടാൻ പറ്റൂ എന്നുള്ള ഞാൻ അറിയാവുന്നതുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥികളെ കൽപ്പിച്ച് വിജയിപ്പിക്കും. ഒരു വാക്ക് പറ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. മത്സരരംഗത്ത് വളരെ ജനമാർദ്ദ വിജയം നമ്മുടെ പുസ്തക സീറ്റ് ഒട്ടിച്ച് വിജയാശംസ. നാരായണ ചേട്ടാ ഒരു ആശംസ പറഞ്ഞു. അണ്ണനോട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കണം. പറയണ്ട രണ്ട് വാക്ക്. മുനിസിപ്പാലിറ്റി നമ്മൾ ജയിക്കും. നമ്മൾ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കും. ഒരു സംശയം വേണ്ട. ചേട്ടാ നല്ല മുഖം ഒന്ന് കണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. വാഗ്ദാനങ്ങളല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല. അവശേഷിക്കുന്ന ചന്ത ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ട്രാഫിക് പരിഷ്കരണം, ഇതെല്ലാം ഈ മുനിസിപ്പൽ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിക്കും. കോൺഗ്രസ് വിജയിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ ഇതെല്ലാം പണി പൂർത്തീകരിച്ച് ഒരു പുതിയ മുനിസിപ്പാലിറ്റി സംവിധാനം ഉണ്ടാക്കും. അതുപോലെ എൻ്റെ വാർഡിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മുടെ 9ാം വാർഡ് സ്ഥാനാർത്ഥി കൊട്ടാരക്കര നഗരസഭയുടെ
10 വർഷത്തെ അഴിമതി ഭരണത്തിന് വിരുദ്ധമായിട്ട് നല്ല രീതിയിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി. താങ്ക് യു. ഇനി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന ചേച്ചിയുടെ അഭിപ്രായങ്ങളും അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാവും. പറയാം. സത്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് അവർക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. 27 ഡിവിഷനുകളിലാണ് കൊട്ടാരക്കരയിൽ നമ്മൾ മത്സരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സമയപരിമിതിക്കുള്ളിൽ കൊണ്ട് എല്ലായിടവും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് ഞാൻ എത്തിച്ചേരുന്നതാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് പാർട്ടിയും ജനങ്ങളും ഈ ഇലക്ഷനെ നോക്കിക്കാണുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പാർട്ടി പ്രാവശ്യം നിർത്തിയിരിക്കുന്നത്. എല്ലാവിധ ആശംസയും നേരുന്നു. എങ്ങനെയുണ്ട് വിശ്വാസം? ഉറപ്പായിട്ടും നല്ല വിശ്വാസമാണ്. രജിസ്ട്രേഷൻ വാർഡ് നമ്മൾ പിടിക്കും. തീർച്ചയായും. താങ്ക് യു. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക കൂടിയായിരുന്നു, അഡ്വക്കേറ്റാണ്. ഇതേ സുബി നിന്റെ വൈഫ് ദേഹമില്ലേ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജിനി MP എന്ത് ചെയ്യും? ഹരിയണ്ണ ഇതാ ഈ സ്ഥാനാർത്ഥി കൂടെ ഷാൾ ഇടണം. 15-ാം വാർഡ് അച്ഛൻ്റെ ഷോൾ ഇങ്ങോട്ടോ. ഇപ്പം നേരം ഇനി നമ്മുടെ 15-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ എം പി ഇദ്ദേഹമാണ് നമ്മുടെ കോട്ടാത്തല അഖിൽ മാരാരുടെ അമ്മ മത്സരിക്കുന്നു. അഖിൽ മാരാരുടെ അമ്മ ഏത് വാർഡാണ്? അത് വളരെ സാധ്യതയുള്ളതാണോ? അതാണ് അഖിൽ മാരാരുടെ എന്നെ കമന്റ് ഇട്ടുകളായിരുന്നു. ഗാന്ധിനഗർ അല്ലേ? എവിടെ താമസിക്കുന്നത്? അങ്ങോട്ട് ജിനി മണ്ഡലം പ്രസിഡന്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. ഗവൺമെന്റ് 1 മുതൽ 15 വരെ അടങ്ങുന്നതാണ് നമ്മുടെ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി. അവിടെ 15 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജനങ്ങളുടെ ആവശ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് നശിപ്പിച്ച ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കൊട്ടാരക്കര നഗരസഭയുടെ പുതിയൊരു ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ അഭ്യർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ DCC ജനറൽ സെക്രട്ടറിയും കൊട്ടാരക്കര ബ്ലോക്കിന്റെ ചാർജ് വഹിച്ച് സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവിധമായ രീതിയിൽ പൂർത്തീകരിച്ച അദ്ദേഹത്തോടുള്ള എല്ലാ നന്ദി സ്മരണകളും ഓർത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ 2 വാക്ക് പറയാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് വിജയപ്രതീക്ഷയെ പറ്റി? സന്തോഷമുണ്ട്. കാരണം കൊട്ടാരക്കര നഗരസഭയുടെ സ്ഥാനാർത്ഥികളെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. മുഴുവൻ സ്ഥാനാർത്ഥികളെ യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും ഇല്ലാതെ വാർഡ് കമ്മിറ്റി അവിടുന്ന് തന്ന സ്ഥാനാർത്ഥികളെ തന്നെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ടവരാണ്. അവരെല്ലാം ആ പ്രാദേശിക മേഖലകളിൽ അവരുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും അതിന്റെ പ്രവർത്തനത്തിലൂടെ അവർ മികവ് തെളിയിച്ചവരാണ് ഓരോരുത്തരും. ഒരു സംശയം വേണ്ട, ഇപ്രാവശ്യം UDF തന്നെ കൊട്ടാരക്കര നഗരസഭ ഭരിക്കും. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. കൊല്ലം ജില്ലയിൽ വളരെയേറെ പ്രതിസന്ധി വന്നേ. ഒരു കാര്യം, ഈ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കപ്പെട്ടു. അതായത് നമ്മൾ കൂടുതലായിട്ട് നോക്കിയിരിക്കുന്ന വിന്നിംഗ് ആണ്, അതായത് വിജയ സാധ്യതയാണ് കൂടുതൽ നോക്കിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അത് കൊടുക്കാൻ പറ്റുന്ന KSU യൂത്തുകാരെ എല്ലാം നമ്മൾ അതിൽ പറ്റും. ഓക്കെ, താങ്ക് യു. അങ്ങോട്ടൊന്ന് പുറത്തോട്ട് വാങ്ങിക്കോട്ടെ.
എല്ലാരെയും കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല കേട്ടോ. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, INTUC ബ്ലോക്ക് പ്രസിഡന്റ്, എല്ലാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, വക്കീലന്മാര്, വളരെ സമ്പുഷ്ടമായ വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള വളരെയേറെ കൗൺസിലേഴ്സ് ഉള്ള മുൻ കൗൺസിലർമാരൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ടാണ് ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എടുത്ത് കഴിഞ്ഞോ? നീ ഒഴിച്ച് ബാക്കി എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. പറയൂ. കഴിഞ്ഞ 10 വർഷക്കാലമായി കൊട്ടാരക്കര നഗരസഭ LDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിരയെ തന്നെയാണ് കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തുകൊണ്ടും കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനാവുമെന്നും ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് LDF ഗവൺമെന്റ് കഴിഞ്ഞ ഇവിടെ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വാർഡുകളിലൊക്കെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ LDF നടത്തി വന്നിരുന്ന വിവേചനം അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ കാണിച്ചിരുന്ന അവഗണനയ്ക്കെതിരെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോട്ട് ചോദിക്കുന്നത്. 30 വാർഡുകളും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്ക് പ്രവർത്തിക്കാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യുവജനങ്ങൾക്കൊക്കെ ആവശ്യമായ പരിഗണനയൊക്കെ ലഭിച്ചിട്ടുണ്ടോ കൊട്ടാരക്കര മണ്ഡലത്തിൽ? കൊട്ടാരക്കര യൂത്ത് കോൺഗ്രസ് 2 സീറ്റാണ് നൽകിയത്. 1-ാം വാർഡിലും 2-ാം വാർഡിലും യൂത്ത് കോൺഗ്രസിന്റെ 2 വരവകളാണ്. ഉറപ്പായിട്ടും വിജയ സാധ്യത എങ്ങനെ കാണുന്നുണ്ട് മറ്റുള്ള എല്ലാവരും ഭരണം പിടിക്കുന്നതിനെ പറ്റി? കൊട്ടാരക്കരയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ ഒരു ഭരണത്തോട് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൊട്ടാരക്കരയിൽ ജയിക്കും. കോൺഗ്രസിന്റെ മുനിസിപ്പാലിറ്റി തന്നെ കൊട്ടാരക്കരയിൽ അധികാരത്തിൽ. ഓക്കെ, താങ്ക് യു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൗജ പത്മനാണ് സംസാരിച്ചത്. എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളോടും ഉണ്ട്. ഉറപ്പായിട്ടും വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 30 വാർഡിലെയും സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.